ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഉമ്മർ, ടോസ്കാന മാർബിൾസ് മലപ്പുറം. ഞാനിപ്പോൾ ഉള്ളത് മണ്ണാർക്കാടിനടുത്തുള്ള ഭീമനാട് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇവിടെ നമുക്ക് സൈറ്റിൽ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ വിരിച്ചിട്ടുള്ള മാർബിളിൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത്. ഈ വീട്ടിൽ നമ്മൾ വിരിച്ചിട്ടുള്ളത് GT കാറ്റഗറിയിൽപ്പെട്ട ഒരു സിമ്പിൾ ഡിസൈൻ ആയിട്ടുള്ള മാർബിളാണ് കേട്ടോ. അതായത് ഡയമണ്ട് ഡിസൈൻ ആണെങ്കിലും അധികം ഡിസൈനൊന്നും ഇല്ലാതെ ഒരു സിമ്പിളായിട്ടുള്ള ലൈറ്റ് കളറിലുള്ള ഡിസൈനാണ് വിരിച്ചിട്ടുള്ളത്. അതുപോലെ സിറ്റിംഗ് ബെഞ്ചിന് കൊടുത്തിട്ടുള്ള നല്ല ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. നല്ല അടിപൊളി ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് സിറ്റിംഗ് ബെഞ്ചിന് കൊടുത്തിട്ടുള്ളത്. കിച്ചൺ റാക്ക് കാര്യങ്ങളൊക്കെ ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വീടിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പറുമായി കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഷോപ്പ് സന്ദർശിക്കുക. നമ്മുടെ ഷോപ്പ് അവിടെ നിന്ന് അറിയാലോ, മലപ്പുറത്താണ്. മലപ്പുറം മുണ്ടുപറമ്പ് കാവുങ്ങൽ ബൈപ്പാസ് റോഡിലാണ് നമ്മുടെ ഷോപ്പ് കേട്ടോ. ടോസ്കാന മാർബിൾസ് ആണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാം. ഈ വീടിൻ്റെ മറ്റ് ഫ്ലോറിംഗ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഇവിടെ നമ്മൾ കിച്ചൺ ടോപ്പിൽ ഗ്രാനൈറ്റ് ചെയ്തപ്പോൾ ഏകദേശം നിലവിലുള്ള കോൺക്രീറ്റ് സ്ലാബിനേക്കാളും 2.5 ഇഞ്ചോളം തള്ളിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് അങ്ങനെ വെക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് നമുക്ക് ഡോറ് കൊടുക്കുമ്പോൾ, അതായത് ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്ത് ഡോറ് കൊടുക്കുമ്പോൾ നമുക്കൊരു മോഡുലാർ കിച്ചൻ്റെ ലുക്കിലേക്ക് ഇത് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു മെത്തേഡ് പറ്റുന്നവരൊക്കെ ഫോളോ ചെയ്യുക. ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിങ്ങനെ ചെയ്ത് ഫാബ്രിക്കേഷൻ ഡോറൊക്കെ ചെയ്തിട്ടുള്ള ഞാൻ ഭാഗങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിലെ ഡിസൈനും അതുപോലെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.